ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സുജു കാര്യമായി കലണ്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സാഗർ വരുന്നത്. സാഗർ എന്നിട്ട് സുജുവിനെ കണ്ട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ എന്താ പരിപാടി, നീ എന്താ ജ്യോതിഷം തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ സുജു പറയുന്നുണ്ട്, ഇപ്പോൾ ഓൺലൈനിൽ ജ്യോതിഷമൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഞാൻ അതൊന്ന് നോക്കിയാലോ എന്ന് വിചാരിക്കുകയാണ്. ഞാനിപ്പോൾ ചുമ്മാ ഇവിടെ ഇരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ ജ്യോതിഷമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കൃഷിൻ്റെ കാര്യത്തിൽ എനിക്ക് ജ്യോതിഷം നോക്കാമല്ലോ. ഇപ്പം എന്തായാലും നമ്മൾ കൃഷിൻ്റെ കമ്പനി ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് എടുക്കാനായി പോവുകയല്ലേ, അതിനു മുന്നേ ഞാൻ വെറുതെ ഒരു മനക്കണക്ക് കൂട്ടി നോക്കിയതാണ്, നമ്മുടെ മോൻ്റെ കാര്യമല്ലേ എന്നങ്ങനെ സുജു പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഈ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ അവൻ എന്തായാലും ചിലപ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ട് വരണ്ട എന്ന് പറയുമെന്ന് സാഗർ അങ്ങനെ പറയുകയാണ്. സുജു അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിലും സംഭവിച്ചാൽ സാഗർ ഇവിടെ നിന്നും തനിച്ചാണ് പോകുന്നതെങ്കിൽ ഞാൻ സാഗറിനെ കൊല്ലും. ഇനിയിപ്പോൾ അവൻ്റെ എന്ത് കാര്യത്തിന് പോവുകയാണെങ്കിലും എനിക്കും കൂടെ വന്നേ പറ്റൂ. എന്നെ എങ്ങനെയെങ്കിലും അവൻ്റെ കൂടെ അവിടെ എത്തിക്കേണ്ടത് സാഗറിൻ്റെ ഡ്യൂട്ടിയാണ്. എനിക്ക് അവൻ്റെ കൂടെ പോവാനും സംസാരിക്കാനും അവൻ്റെ കൂടെ ഇരിക്കാനും താല്പര്യമില്ലാഞ്ഞിട്ടല്ലല്ലോ എല്ലാവരും കൂടി എന്നെ വിലക്കിയിട്ടല്ലേ, എന്നിട്ട് നിങ്ങളെല്ലാവരും അവനോട് ഫ്രീ ആയി സംസാരിക്കുന്നു, എല്ലാത്തിനും കുഴപ്പം ഈ സുജാത എന്നങ്ങനെ സുജു പറയുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട്, അത് നീ തന്നെ വരുത്തി വെച്ചതല്ലേ, കുഴപ്പക്കാരി നീയായതുകൊണ്ട് അതിൻ്റെ എല്ലാം കൂലി കിട്ടുകയാണെന്ന് കണ്ടാൽ മതി എന്നങ്ങനെ സാഗർ പറയുമ്പോൾ സുജു പറയുന്നുണ്ട്, ജോത്സ്യത്തിനോട് ഡേറ്റും സമയം മാത്രം ചോദിച്ചാൽ പോരാ, കൃഷി കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ നോക്കണം, അതിനുവേണ്ട പരിഹാരങ്ങളും ചെയ്യണം. അവൻ എന്തായാലും ഈ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ അവസാനിക്കും അല്ലേ സാഗർ എന്നൊക്കെ സുജു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാഗർ അപ്പോൾ അതേ എന്ന് പറഞ്ഞുകൊണ്ട്, സുജു നീ ഇങ്ങനെ ഇരിക്കാതെ വേഗം പോയി റെഡിയാവ്, അല്ലെങ്കിൽ പിന്നെ സമയത്തിന് ഇറങ്ങാൻ പറ്റില്ലെന്ന് പറയാണ്. അങ്ങനെ സുജു വേഗം തന്നെ റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് കൺമണിയുടെ റൂമിലേക്ക് ശ്രീനിവാസൻ ഒരു ബാഗുമായി വരികയാണ്. കൺമണിയപ്പോൾ എന്താണ് അച്ഛാ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീനിവാസനെപ്പോൾ ആകെ പരിഭ്രമിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോളെ അച്ഛനെന്തോ ആകെ പേടിയുണ്ട്, ഈ ബാഗിൽ ആധാരമാണ്, ഞാനിതൊക്കെ ഒന്ന് എടുത്തു വെക്കുകയായിരുന്നു, ഇത് അങ്ങനെ അവിടെ ഇവിടെയും ഒന്നും വെക്കാൻ എനിക്കൊട്ടും ധൈര്യമില്ല. മോളെ അച്ഛൻ എന്തായാലും ഫിനാൻസ് ഓഫീസിൽ പോയിട്ട് മോളെ വിളിക്കാം, ക്യാഷ് ഇന്ന് കിട്ടുകയാണെങ്കിൽ കൈയോടെ തന്നെ അത് നമുക്ക് കൃഷാറിനെ ഏൽപ്പിക്കാം, അല്ലാതെ ക്യാഷ് ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ അച്ഛൻ ഒട്ടും തന്നെ ധൈര്യമില്ല എന്നൊക്കെ ശ്രീനിവാസൻ അങ്ങനെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അച്ഛ സത്യം പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കും ടെൻഷൻ ആവുന്നുണ്ട്, അച്ഛന് ഇത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിന് നിൽക്കുന്നത്, ഈ പരിപാടി വേണ്ടെന്ന് വെച്ചൂടെ എന്നങ്ങനെ കൺമണി ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, വീണ്ടും നീ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവണ്ട, എല്ലാം നല്ലതുപോലെ തന്നെ നടന്നാൽ മതിയായിരുന്നു ദൈവമേ എന്ന് ശ്രീനിവാസൻ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ശരി, മോളെന്തായാലും പെട്ടെന്ന് റെഡിയാവ് എന്ന് പറഞ്ഞ് ശ്രീനിവാസൻ അങ്ങനെ പുറത്തേക്ക് പോവാനായി നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരുന്നുണ്ട്. അച്ഛനിത് എങ്ങോട്ടേക്കാണ് പോവാൻ നിൽക്കുന്നതെന്ന് ധനലക്ഷ്മി അങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീനിവാസനും കൺമണിയും ആകെ ഷോക്കാവുന്നുണ്ട്. ധനലക്ഷ്മി പറയുന്നുണ്ട്, അച്ഛനെയും കൊണ്ടുപോകാനായിട്ട് ഒരു ഓട്ടോറിക്ഷ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്, അച്ഛനിത് എങ്ങോട്ടായെന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ ഒന്നും പറയാതെ ആകെ ടെൻഷനായി കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ധനലക്ഷ്മി വീണ്ടും കൺമണിയോട് ചോദിക്കുകയാണ്, അച്ഛനിത് എങ്ങോട്ടാണ് ഓടിച്ചാടി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ കൺമണിയും ഒന്നും വിട്ടു പറയുന്നില്ല. അച്ഛൻ ഈ ചുറ്റുവട്ടത്തൊന്നും പോവാതിരിക്കുന്ന ആളല്ലല്ലോ, അങ്ങനെ പുറത്തെങ്ങോട്ടെങ്കിലും പോവുമായിരിക്കും ഏട്ടത്തി എന്ന് പറയുമ്പോൾ ധനലക്ഷ്മിക്ക് അതൊട്ടും വിശ്വാസമാവുന്നില്ല. അച്ഛൻ നിന്നോട് പറയാതെ എന്തായാലും പുറത്തേക്കൊന്നും പോവില്ല, ഇതിന് പിന്നിൽ എന്തോ ഒരു കളിയുണ്ട്, അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കും, ഈ ധനലക്ഷ്മിയുടെ കണ്ണിൽ പെടാതെ ഒന്നും അങ്ങനെ പോവില്ല, എന്നാ ശരി നീ എന്തായാലും റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് ധനലക്ഷ്മി അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് ദേവ്ജി കൃഷിനെ വിളിക്കുന്നുണ്ട്. കൃഷി താൻ പോവാൻ റെഡിയായോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, റെഡിയായി, ഇന്ന് ആ ബിൽഡിങ്ങിന്റെ വാടക കൊടുക്കുന്നതിനും മറ്റും സംസാരിക്കാൻ ഓണറിനെ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ പിന്നെ വൈകിപ്പിക്കണ്ട, നേരത്തെ തന്നെ അവിടെ എത്താമെന്ന് വിചാരിച്ചു എന്ന് കൃഷി അങ്ങനെ പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, അത് നല്ലതാണ്, എപ്പോഴും കൃത്യനിഷ്ഠത പാലിക്കുന്നത് നല്ലതാണ്, കൺമണി വന്ന ഞാനും ഇറങ്ങാനായി നിൽക്കുകയാണെന്ന് ദേവ്ജി അങ്ങനെ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കൺമണി അങ്ങോട്ടേക്ക് വിടണോ ദേവ് സാർ, ഇന്നലത്തേനെ എന്തായാലും മാനസ അവളോട് പ്രതികാരം ചെയ്യും, അതുകൊണ്ട് വെറുതെ കൺമണി അങ്ങോട്ടേക്ക് വരണോ എന്നെല്ലാം കൃഷി അങ്ങനെ ചോദിക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, അതിലൊന്നും കാര്യമില്ല കൃഷി, എഗ്രിമെൻ്റ് തീരുന്നത് വരെ കൺമണി അവിടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കണ്ട, അവൾ അവിടെ തന്നെ ജോലി തുടരട്ടെ എന്ന് ദേവ്ജി അങ്ങനെ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അത് വേണ്ട ദേവ് സാർ, ഞാനിനി എന്തായാലും കൺമണി അങ്ങോട്ടേക്ക് വിടുന്നില്ല എന്ന് പറയാണ്. എന്നാൽ അതും കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കൺമണി വരുന്നത്. കൺമണി എന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവും, അവളെ പേടിച്ച് ജീവിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല, അവളെ നേരിടാനുള്ള ധൈര്യമൊക്കെ എനിക്കിപ്പോൾ ഉണ്ട്,
എന്നങ്ങനെ കൺമണി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എന്ത് വന്നാലും ശരി കൺമണി, നീ അങ്ങോട്ടേക്ക് പോവണ്ട. ഏറി വന്നാൽ നീ എഗ്രിമെന്റ് തെറ്റിച്ചാൽ അവര് നിനക്കെതിരെ കേസ് കൊടുക്കും. കേസ് കൊടുത്താൽ തന്നെ എന്താണ്, നമുക്ക് നഷ്ടപരിഹാരം അവർ ചോദിച്ചാൽ കൊടുക്കാമല്ലോ. പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നതെന്ന് കൃഷി അങ്ങനെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, നമുക്ക് ചിലപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ അവർ ചോദിക്കുന്നത് കോടികളായിരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ അത് നമ്മളെ കൊണ്ട് താങ്ങാനാവില്ല. അതുമാത്രമല്ല, മാനസ് ചിലപ്പോൾ എന്നോടുള്ള ദേഷ്യത്തിൽ എനിക്കെതിരെ മോഷണക്കുറ്റവും ഫയലുകൾ എടുത്തുമാറ്റിയെന്ന് വരെ പറഞ്ഞേക്കാം. അതുകൂടി കേസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് എനിക്കിപ്പോൾ ആ ജോലിക്ക് പോയേ പറ്റൂ. എഗ്രിമെൻ്റ് കഴിയുന്നത് വരെയല്ലേ, അതുവരെ ഞാനവിടെ നിന്നോളാമെന്ന് കൺമണി അങ്ങനെ പറയുമ്പോൾ ദേവ്ജിയും കൺമണിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. കൃഷിനാണെങ്കിൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ദേവ്ജിയും കൺമണിയും ഒടുവിൽ പറഞ്ഞ് കൃഷിനെ സമ്മതിപ്പിക്കുന്നുണ്ട്. ശരി, എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ദേവ്ജിയും കൺമണിയും കൂടി കൃഷ്ണനോട് യാത്ര പറഞ്ഞ് ഓഫീസിലേക്ക് പോവുകയാണ്. പിന്നീട് ശ്രീനിവാസൻ എങ്ങോട്ട് പോയി എന്നറിയാതെ ധനലക്ഷ്മി ആകെ കൺഫ്യൂഷൻ ആയിക്കൊണ്ട് വീട്ടുമുറ്റത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശാന്തമായി വരുന്നത്. ധനലക്ഷ്മി, നീ ഇതിവിടെ എന്ത് ചെയ്യാ? ചോറ് വെക്കാനായി പോയിട്ട് നീ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയോ? അതിപ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്, അത് ജ്യൂസിൻ്റെ പരുവത്തിലായി എന്നൊക്കെ ശാന്തമ്മായി അങ്ങനെ പറയാണ്. ധനലക്ഷ്മി അപ്പോൾ ശാന്തമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവർക്കും ജ്യൂസ് കുടിക്കാം. എന്നും ഞാൻ തന്നെയാണല്ലോ അടുക്കളയിൽ കഷ്ടപ്പെടാനും ഞാൻ, അവസാനം കുറ്റപ്പെടുത്തലുകളും എനിക്ക് മാത്രം. എന്നാൽ ഞാൻ ചോദിക്കുന്നതിനൊന്നും ആരും തന്നെ മറുപടിയും പറയുന്നില്ല എന്നൊക്കെ ധനലക്ഷ്മി അങ്ങനെ ശാന്തമ്മയോട് പറയാണ്. ശാന്തമ്മായി അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ശരിക്കും നിന്റെ പ്രശ്നം എന്താണ്? ആരാണ് നിന്നോട് മറുപടി പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട്, അച്ഛനിപ്പോൾ ഒരു ബാഗും എടുത്തുകൊണ്ട് അതിൽ എന്തൊക്കെയോ എടുത്തു വെച്ച് ഇവിടെ നിന്നും പുറത്തേക്ക് പോയി. അച്ഛനോട് ചോദിച്ചപ്പോൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. കൺമണിയോട് ചോദിച്ചു, അവൾക്കും അറിയില്ലെന്ന് പറഞ്ഞു. ആ ഓട്ടോക്കാരനോടും ചോദിച്ചപ്പോൾ അയാൾ ഒന്നും മിണ്ടിയില്ല. ഇതിനു പിന്നിൽ എന്തോ ഒരു കള്ളക്കളിയുണ്ട്, ഒരു രഹസ്യം ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. അതെന്തായാലും ഇന്നത്തോടെ ഞാൻ കണ്ടുപിടിക്കും എന്നെല്ലാം ധനലക്ഷ്മി അങ്ങനെ പറയുമ്പോൾ ശാന്തമായി പറയുന്നുണ്ട്, നീ അതും ഇതും ആലോചിക്കാതെ അടുക്കളയിലേക്ക് പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കൊന്നും വയ്യ, നിങ്ങൾ വേണമെങ്കിൽ അടുക്കളയിൽ കയറ്, ഇന്ന് ഞാനിത് കണ്ടുപിടിച്ചിട്ടേ ഇരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ശാന്തമായി പറയുന്നുണ്ട്, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ശാന്തമായി അകത്തേക്ക് പോവുകയാണ്. പിന്നീട് ഓഫീസിലെത്തിയ കൺമണി ദേവ്ജിക്ക് ഒരു ഫയൽ എടുത്തുകൊണ്ട് കാണിക്കുകയാണ്. ആ ഫയലിനെ കുറിച്ച് അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്കൊരു സ്റ്റാഫ് വന്ന് ദേവ് സാറിനെയും കൺമണിയെയും MD വിളിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ദേവ്ജി അപ്പോൾ കൺമണിയോട് പറയുന്നുണ്ട്, ഇനി എന്തൊക്കെയാണോ അവ നടക്കാൻ പോകുന്നത്, എന്തായാലും എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ദേവ്ജി അങ്ങനെ കൺമണിയെയും വിളിച്ചുകൊണ്ട് MDയുടെ ക്യാബിനിലേക്ക് പോവുകയാണ്. ക്യാബിനിലേക്ക് കയറിയതും ദേവ്ജിയും കൺമണിയും ജയമോഹനോട് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവരെ കാണാത്ത ഭാവത്തിൽ മാനസിയും ജയമോഹനും തിരക്ക് പിടിച്ച സംസാരത്തിലാണ്. അച്ഛ, ആ ഹൈദരാബാദ് കമ്പനിയിലേക്ക് നാളെ ഡിസൈൻ അയച്ചേ മതിയാവൂ, അതിനിപ്പോൾ എന്തു ചെയ്യും? ഞാൻ പുറത്തുനിന്ന് 1-2 പേരെ ഡിസൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള 2 പേരെ ഞാൻ സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മാനസ അങ്ങനെ ജയമോഹൻ ഒരു ഫയൽ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ദേവ്ജി അപ്പോൾ ജയമോഹനോട് ചോദിക്കുന്നുണ്ട്, എന്താ കാണണമെന്ന് പറഞ്ഞു, എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. ജയമോഹൻ അപ്പോൾ പറയുന്നുണ്ട്, അവിടെ നിൽക്ക്, സീരിയസ് ആയി ഇവിടെ സംസാരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയാണ്. പിന്നീട് ജയമോഹൻ മാനസിയോട് പറയുന്നുണ്ട്, എന്തായാലും പുതിയ ഡിസൈനേഴ്സിനെ നേരിട്ട് കണ്ടിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കാമെന്ന് പറയാണ്. എന്നിട്ട് ജയമോഹൻ ദേവ്ജിയോട് പറയുന്നുണ്ട്, നിങ്ങളെ വിളിപ്പിച്ചത് 1-2 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പറയാനാണ്. കൺമണി ഇനി മുതൽ അലികയിലെ ഡിസൈൻസ് വഹിക്കേണ്ട കാര്യമില്ല. കമ്പനിക്ക് ഇനിയൊരു പരീക്ഷണത്തിന് താല്പര്യമില്ല, അതുകൊണ്ട് പുതിയ ഡിസൈനേഴ്സിനെ കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നങ്ങനെ ജയമോഹൻ പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, എങ്കിലും കൺമണിയെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞയക്കുന്നുമില്ല, എഗ്രിമെന്റ് കഴിയുന്നത് വരെ കൺമണിക്ക് കൺമണിയുടെ പഴയ ജോലികൾ ചെയ്യാം എന്നങ്ങനെ മാനസ പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, അതെന്തിനാണ് കൺമണിയെ ഡിസൈനേഴ്സിൽ നിന്ന് മാറ്റുന്നത്, ഈ കുട്ടി നല്ല എഫിഷ്യൻ്റ് ആണെന്ന് പറയുമ്പോൾ ജയമോഹൻ പറയുന്നുണ്ട്, ഇതിൽ ദേവ്ജിയുടെ അഭിപ്രായം ചോദിച്ചില്ല, ദേവ്ജിയുടെ ജോലി കൃത്യമായി ചെയ്താൽ മതി. ദേവ്ജി ഇപ്പോൾ ചെയ്യേണ്ടത് അലിക ആരംഭിച്ചതു മുതൽ ഇന്നേ വരെയുള്ള എല്ലാ ഫയലുകളും എടുത്ത് എനിക്ക് കാണിച്ചു തരണം, അത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ദേവ്ജിയോട് മാനസ ചോദിക്കുന്നുണ്ട്, എന്താ ദേവ്ജി പറഞ്ഞ ജോലി ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്,
അയ്യോ ഒരു ബുദ്ധിമുട്ടുമില്ല, എഗ്രിമെന്റ് പ്രകാരമല്ലേ, അതുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്തേക്കാമെന്ന് പറഞ്ഞ് ദേജു പുറത്തേക്ക് പോകുന്നുണ്ട്. ജയമോഹൻ എന്നിട്ട് മാനസിയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഇനിയിപ്പോൾ കൺമണിക്ക് ഏത് സെക്ഷനാണ് നമ്മൾ കൊടുക്കുക എന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, കൺമണി മുന്നേ ചെയ്ത ജോലിയൊക്കെ ചെയ്തോട്ടെ, ക്ലീനിങ്ങും സ്റ്റാഫിന് ചായ കൊടുക്കലൊക്കെ ചെയ്തോട്ടെ. എന്താ കൺമണിക്ക് ഇത് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇല്ല, ഇനിയിപ്പോൾ എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസയുടെ തീരുമാനം മാറ്റുമോ? ഇല്ലല്ലോ എന്നങ്ങനെ ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ എൻ്റെ തീരുമാനം മാറ്റില്ല. കൺമണിയപ്പോൾ കൺമണിയുടെ ജോലി തുടങ്ങിക്കോളൂ, ഓഫീസെല്ലാം എപ്പോഴും ക്ലീൻ ആയിരിക്കണം, ഒരു പേപ്പർ പോലും നിലത്ത് കിടക്കുന്നത് കാണരുത്, എപ്പോഴും ക്ലീൻ ആയിരിക്കണം. പിന്നെ അതുമാത്രമല്ല, നിന്നെ തേടി അലികയിലേക്ക് താല്പര്യമില്ലാത്ത ആളുകൾ കടന്നു വരുന്നത് അത് നീയായിട്ട് തന്നെ വിലക്കണം, വരണ്ട എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അതിനെതിരെയും ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടി വരുമെന്ന് മാനസ അങ്ങനെ പറയുമ്പോൾ കൺമണി തിരിച്ചൊന്നും പ്രതികരിക്കാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. കൺമണി പോയതിനു ശേഷം ജയമോഹൻ മാനസയോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ ഇപ്പോൾ ഹാപ്പിയായോ എന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, പിന്നെ ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് അച്ഛാ എന്ന് പറയാണ്. പുറത്ത് നിൽക്കുന്ന ദേജി, നിന്റെ കാര്യത്തിൽ എന്താണ് മോളെ തീരുമാനമെടുത്തത് അവരെന്ന് കൺമണിയോട് അങ്ങനെ ചോദിക്കുകയാണ്. കൺമണിയപ്പോൾ പറയുന്നുണ്ട്, അവരെന്നെ തരം താഴ്ത്തി, ഇനിയിപ്പോൾ ഇവിടുത്തെ ക്ലീനിങ്ങും സ്റ്റാഫിന് ചായ കൊടുക്കുന്ന ജോലിയൊക്കെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. എഗ്രിമെന്റ് പ്രകാരം എന്ത് ജോലിയും ചെയ്തല്ലേ പറ്റുള്ളൂ. കൃഷി സാറ് ഇനി ഇങ്ങോട്ടേക്ക് വരുന്നതിനും വിലക്കുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, മുതലാളി പറയുന്നത് തൊഴിലാളി അനുസരിക്കണമല്ലോ, അത്രയുള്ളൂ എന്ന് പറഞ്ഞ് കൺമണി അങ്ങനെ സങ്കടപ്പെട്ടു അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് വഴിയിൽ വെച്ച് കൃഷി അങ്ങനെ സാഗറിനെ കാത്തു നിൽക്കുകയാണ്. കൃഷി അങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സാഗർ വരുന്നുണ്ട്. കൂടെ സുജുവിനെയും കാണുന്ന കൃഷ് ആകെ ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. സാഗർ വന്ന് ലേറ്റ് ആയോ കൃഷി, നമുക്ക് പോവാമെന്ന് ചോദിക്കുകയാണ്. കൃഷ് അപ്പം പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് മാത്രമല്ലേ വരാൻ പറഞ്ഞത്, എനിക്ക് താല്പര്യമില്ലാത്തവരെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് കൃഷി അങ്ങനെ ചോദിക്കുമ്പോൾ സുജു സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാം എന്ന് പറയാണ്. സാഗർ അപ്പോൾ കൃഷ്ണനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, എടാ സുജു എൻ്റെ കൂടെ വന്നത് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് വേറൊരു കാര്യത്തിന് കൂടി പോവാനുണ്ട്, അതാണ് ഞാൻ കൂടെ കൂട്ടിയത്, നീ അത് വിട്ടേക്കെന്ന് പറയുന്നുണ്ടെങ്കിലും കൃഷും സുജുവും സാഗറിനെ നടുക്ക് നിർത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛാ എനിക്കും ഇതൊന്നും തീരെ പിടിക്കുന്നില്ല, ഇന്നത്തെ കാര്യങ്ങൾ നമുക്ക് മാറ്റിവെച്ചാലോ എന്ന് കൃഷി അങ്ങനെ ചോദിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.